Hi, welcome back. ഈ TMS320 C6748 DSP കിറ്റിനകത്ത് കൺവല്യൂഷൻ, ലീനിയർ കൺവല്യൂഷൻ ആൻഡ് സർക്കുലർ കൺവല്യൂഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ കണ്ടു. ഈ ലെക്ചറിൽ നമ്മൾ സൈൻ വേവ് ജനറേഷൻ എങ്ങനെ ഈ കിറ്റ് യൂസ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിൽ എങ്ങനെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അതുപോലെ ആ പ്രോഗ്രാം റൺ ചെയ്ത് ബിൽഡ് ചെയ്ത് ആ ഒരു ഫയൽ നമ്മൾ എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നു കിറ്റിൽ, ദെൻ ആ കിറ്റ് ത്രൂ നമ്മൾ CROയിൽ വേവ് ജനറേഷൻ എങ്ങനെ കാണുന്നു, അതുപോലെ തന്നെ ഈ CC സ്റ്റുഡിയോയിൽ വേവ് ഫോംസ് എങ്ങനെ ഗ്രാഫ് വ്യൂ യൂസ് ചെയ്തിട്ട് കാണും എന്നുള്ളതാണ് ഈ ലെക്ചറിൽ കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ആദ്യം നമുക്ക് CC സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. സോ ഓപ്പൺ ആയാലും ഇതുപോലെ ഒരു വിൻഡോ ആണ്. ഇതിൽ നിങ്ങൾ നോക്കിയാൽ കിറ്റ് ഇപ്പോൾ കണക്റ്റഡ് അല്ല, ടാർഗറ്റ് നോട്ട് കണക്റ്റഡ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ പ്രൊജക്റ്റിൽ ന്യൂ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊരു വിൻഡോ ഓപ്പൺ ആവും. അതിൽ നമ്മൾ ഒരു എക്സാമ്പിൾ പേര് കൊടുക്കാം പ്രൊജക്റ്റിൻ്റെ. സോ സൈൻ വേവ് ജെൻ എന്നാണ് ഞാൻ പേര് കൊടുക്കുന്നത്. എന്നിട്ട് ടാർഗറ്റ് സെലക്ട് ചെയ്യുക. ഡെസ്ക്ടോപ്പിലൊരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഒരു പ്രൊജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനകത്ത് ഡിഫോൾട്ടായിട്ട് കുറച്ച് ഫോൾഡേഴ്സും വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് പ്രോഗ്രാം എഴുതണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഫയലിൽ ഓപ്ഷൻസിൽ ഫയലിൽ ന്യൂ സോഴ്സ് ഫയൽ സെലക്ട് ചെയ്യുക. നമുക്കൊരു ബ്ലാങ്ക് ഫയൽ ജനറേറ്റ് ആവും. ഇതിനകത്ത് ഞാനിവിടെ ഒരു സാമ്പിൾ പ്രോഗ്രാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടുന്ന് Ctrl+A വെച്ചിട്ട് സെലക്ട് ചെയ്ത് കോപ്പി ആൻഡ് പേസ്റ്റിംഗ്. സോ ഈ ഒരു ഫയലിനകത്ത് ഞാൻ പേസ്റ്റ് ചെയ്തു. സോ ഇതാണ് അതിൻ്റെ സാമ്പിൾ പ്രോഗ്രാം. സോ ഇവിടെ പ്രോഗ്രാമിൽ നോക്കിയാൽ ഇൻപുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 kHz ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഇവിടെ ഒരു DAC എന്ന് പറയുന്ന DAC 1 എന്ന് പറയുന്ന ആ ഒരു പോർട്ടിലാണ് ഔട്ട്പുട്ട് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു ബഫർ ഔട്ട്പുട്ട് വേറൊരു അഡ്രസ്സിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് ഈ ഒരു ഫയൽ ഇവിടെ സേവ് ചെയ്യണം. സോ സേവിൽ നമ്മളുടെ ഫോൾഡറിനകത്ത് പോവുക. സോ ഡെസ്ക്ടോപ്പിൽ ഇത് ഇവിടെ സൈൻ വേവ് എന്ന് പറഞ്ഞൊരു ഫോൾഡറാണ്. സോ സേവ് ചെയ്യുക. സോ സേവ് ചെയ്യുമ്പം .c എക്സ്റ്റൻഷൻ വെച്ചിട്ട് വേണം നമ്മൾ സേവ് ചെയ്യാൻ. സോ ഇവിടെ sinegen.c എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യണം. ഇനി സേവായ ഫയൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രൊജക്റ്റിനകത്തേക്ക് ആഡ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ആഡ് ഫയൽസ് ടു പ്രൊജക്റ്റ് കൊടുക്കുക. ഇപ്പോൾ സേവ് ചെയ്ത ആ ഫയൽ നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ സോഴ്സ് ഫോൾഡറിനകത്ത് അത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് ബിൽഡ് ചെയ്യണം. സോ ഈ ബിൽഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഒരു .h ഫയൽ ഉണ്ട്. സോ ഇതിന് മുമ്പുള്ള പ്രോഗ്രാംസിലൊന്നും നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടില്ല. സോ നമ്മുടെ കോമൺ ഫയൽ ഫോൾഡറിനകത്ത് ആ ഫയൽ ഇവിടെ ഉണ്ട്. അതിൻ്റെ C ഫയലും ഉണ്ട്, H ഫയലും ഉണ്ട്. സോ ഈ 3 ഫയലും ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്തിട്ട് എൻ്റെ പ്രൊജക്റ്റ് ഫോൾഡറിനകത്ത് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാണ്. സോ ഈ ഫയൽസ് ഇനി നമ്മുടെ ഈ പ്രൊജക്റ്റിനകത്തേക്ക് ആഡ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ആഡ് ഫയൽസ് ടു പ്രൊജക്റ്റ്. ആ ഫയൽസ് നമ്മൾ ഫോൾഡറിൽ നിന്ന് സെലക്ട് ചെയ്യണം. സോ ഓൾ ഫയൽസ് സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഈ ലിങ്കർ ഫയലും അതുപോലെ തന്നെ ഈ നമ്മുടെ കിറ്റിൻ്റെ C ആൻഡ് H ഫയലും നമ്മളിതിലേക്ക് ആഡ് ചെയ്യണം. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഫയൽസുകൾ ഇവിടെയും അതേപോലെ തന്നെ സോഴ്സിലും ഈ ഡോക്യുമെൻറ്റ് ഫോൾഡറിലും നമ്മുടെ ഫയൽസ് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ബിൽഡ് ചെയ്യണം. സോ ഇവിടെ പ്രൊജക്റ്റിൽ കമ്പൈൽ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് എറേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന്. സോ നമ്മുടെ പ്രോഗ്രാമിൽ എറേഴ്സ് ഒന്നും ഇല്ല. ഇനി നമുക്ക് അതേപോലെ പ്രൊജക്റ്റിൽ ബിൽഡ് അല്ലെങ്കിൽ റീബിൽഡ് ഓൾ കൊടുക്കാം. സോ നമ്മുടെ പ്രോഗ്രാം ബിൽഡാവും. സോ എറേഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ബിൽഡായിട്ടുണ്ടാവും. സോ ബിൽഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഔട്ട് ഫയൽ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറിനകത്ത് ഡീബഗ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിനകത്ത് നമുക്ക് നോക്കിയാൽ നമ്മുടെ സെയിം പ്രൊജക്റ്റ് നെയിമിൽ ഒരു ഔട്ട് ഫയൽ വന്നിട്ടുണ്ടാവും. ഈ ഔട്ട് ഫയലാണ് നമ്മുടെ കിറ്റിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. സോ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കിറ്റ് എന്ന് പറയുന്നത് ഡിസ്കണക്റ്റഡ് ആണ്. സോ കിറ്റ് കണക്റ്റ് ആണോ നോക്കുക. അതിനകത്ത് USB കണക്ടർ അതുപോലെ തന്നെ പവർ അഡാപ്റ്ററും കണക്റ്റഡ് ആണോ നോക്കുക. ദെൻ അത് പവർ ഓൺ ആയിരിക്കണം. അതിൻ്റെ LED ഇൻഡിക്കേറ്ററും ചെക്ക് ചെയ്യുക.
ഇനി നമ്മൾ നമ്മുടെ തിരിച്ച് പ്രോഗ്രാമിൽ വന്നിട്ട് ഡീബഗിനകത്ത് കണക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കണക്റ്റ് ആവും. ഇവിടെ ടാർഗറ്റ് ഈസ് നൗ കണക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതുപോലൊരു ഡിസസംബ്ലി വിൻഡോയും ഓപ്പൺ ആവും. ഇനി നമുക്ക് വേണ്ടത് ഈ ഫയൽ ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഫയലിൽ ലോഡ് പ്രോഗ്രാമിൽ നമ്മുടെ ഡീബഗ് ഫോൾഡറിനകത്തുള്ള ആ ഔട്ട് ഫയൽ കിറ്റിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇത് റൺ ചെയ്യണം, എന്നാൽ മാത്രമേ സൈൻ വേവ് ജനറേറ്റ് ചെയ്യുള്ളൂ. സോ ഇവിടെ ഡീബഗിനകത്ത് റണ്ണുണ്ട്. സോ റണ്ണ് ക്ലിക്ക് ചെയ്യുക. ഇപ്പം അത് റണ്ണിങ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ ഔട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ഡാക്ക് 1 എന്ന് പറഞ്ഞിട്ടുള്ള പോർട്ടും അതുപോലെ ഗ്രൗണ്ടിലും നമ്മുടെ CROൻ്റെ പ്രോബ് കണക്ട് ചെയ്യുക. എന്നിട്ട് CROൻ്റെ ഒരു ചാനലിൽ നമ്മൾ ഇതുപോലെ ഔട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സോ നമുക്കിതുപോലെ സൈൻ വേവ് CROയിൽ കിട്ടും. സോ ഇതുപോലെ ജനറേറ്റ് ചെയ്ത ഔട്ട്പുട്ട് നമുക്ക് ഇതുപോലെ CROയിൽ വെരിഫൈ ചെയ്യാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മളുടെ ഈ സോഫ്റ്റ്വെയറിനകത്ത് ഉള്ള ഗ്രാഫ് വ്യൂവറിൽ നമുക്ക് കാണാം. സോ ഈ അഡ്രസ്സ് ഇവിടുന്ന് കോപ്പി ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ വ്യൂവിൽ ഗ്രാഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ടൈം ഓർ ഫ്രീക്വൻസി എടുക്കുക. അതിനകത്ത് നമ്മൾ കുറച്ച് ഈ കോപ്പി ചെയ്ത അഡ്രസ്സ് സ്റ്റാർട്ട് അഡ്രസ്സായിട്ട് കൊടുക്കുക. അതുപോലെ നമുക്ക് 1-2 വാല്യൂസ് ഇതുപോലെ ചേഞ്ച് ചെയ്യണം. അക്വിസിഷനും ദെൻ ഡിസ്പ്ലേ ഡാറ്റ സൈസും ജസ്റ്റ് 15 to 56 കൊടുത്തിട്ട് ഓക്കെ കൊടുത്താൽ നമുക്കിതുപോലെ സൈൻ വേവ് നമുക്ക് ഗ്രാഫ് വ്യൂവിൽ ഇങ്ങനെ കാണാൻ പറ്റും.